മഞ്ഞപ്പിത്ത വ്യാപനം കണ്ടെത്തിയ കളമശ്ശേരി നഗരസഭാ പരിധിയിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് നടത്തും. 3 വാർഡുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഗൃഹപ്രവേശന ചടങ്ങ് നടന്ന വീട്ടിൽ നിന്നാണ് ഈ രോഗം പടർന്നതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നിതിൻ അംബുജൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഇപ്പോൾ ഈ മഞ്ഞപ്പിത്ത ബാധ തടയാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? മഞ്ഞപ്പിത്ത ബാധ തടയാനുള്ള കരുതൽ നടപടികൾ ഇപ്പോൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരികയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി HMT കോളനിയിലെ UP സ്കൂളാണ്. ഇവിടെയാണ് ഇപ്പോൾ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കാനിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആശങ്ക പടർത്തി കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്ത ബാധ വ്യാപിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഇന്നലെ മന്ത്രിതല യോഗം ചേർന്നു. സ്വീകരിക്കേണ്ട നടപടികൾ ഏത് നിലയിൽ ഈ ഒരു കരുതൽ നടപടി സ്വീകരിക്കണമെന്ന കാര്യമെല്ലാം തന്നെ ചർച്ച ചെയ്തു. എന്തായാലും കഴിഞ്ഞ മാസം ഒരു ഗൃഹപ്രവേശന ചടങ്ങ് നടന്ന വീട്ടിൽ നിന്നാണ്, വീട്ടിലെ കിണറിൽ വെള്ളം ഉപയോഗിച്ചവർക്കാണ് ഈ മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായെന്ന വിവരമാണ്, വിലയിരുത്തലാണ് എന്തായാലും ആരോഗ്യവകുപ്പിനുള്ളത്. ആ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തവരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചു വരുന്നുണ്ട്. ഇതുവരെ 13 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 30ഓളം പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മെഡിക്കൽ ക്യാമ്പ് ഇപ്പോൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നഗരസഭയിലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷാദ് ചേരുന്നു. ആ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തവരുടെ പേരുവിവരങ്ങൾ ശേഖരിച്ചു. അത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശാപ്രവർത്തകരുടെ, നഗരസഭ PHSയിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിലവിൽ ഇവിടെ പങ്കെടുത്ത ആളുകളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ശതമാനം ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. രോഗവ്യാപനം തടയുന്നതിനും നിലവിലെ ആളുകൾക്ക് രോഗമുണ്ടോയെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഈ നഗരസഭാ പരിധിയിൽ ഈ 3 വാർഡിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിൽ ഇത്തരം വ്യാപനമുള്ളത്. ആ വ്യാപനം തടയുന്നതിന് വേണ്ടി ബോധവൽക്കരണവും ഇവിടെയുള്ള ഹോട്ടലുകളും ഹോസ്റ്റലുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളും പരിശോധിക്കുന്നുണ്ട്. കിണറുകളിൽ അടുത്ത 3 ദിവസം ക്ലോറിനേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ഈ 3 വാർഡിലെ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് രോഗനിർണയം നടത്തുന്നത്. ആളുകൾ നന്നായിട്ട് സഹകരിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നമ്മുടെ ബഹുമാനപ്പെട്ട MLAയും DMO ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇന്നലെ നമ്മളൊരു മീറ്റിംഗ് കൂടിയിരുന്നു. ആ മീറ്റിംഗിൽ കൂടിയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നഗരസഭയിലെ 10, 12, 13 വാർഡുകളിലാണ് ഈ രോഗവ്യാപനം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കിണർ വെള്ളം ശുദ്ധീകരിക്കുന്ന നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. ഈ വീട്ടിൽ നിന്നുള്ള വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ഇതിന്റെ ഫലം വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രോഗവ്യാപനം അത് പരമാവധി തടയാനുള്ള നടപടികൾ ഇനിയുള്ള ദിവസങ്ങളിൽ സ്വീകരിച്ചു വരുമെന്ന് തന്നെയാണ് മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തവർ അവർ പേരുവിവരങ്ങൾ ഇനി അഥവാ മടിച്ചു നിൽക്കരുത്, വേഗത്തിൽ തന്നെ അത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചുകൊണ്ട് രോഗവ്യാപനം തടയാനുള്ള നടപടികളോട് സഹകരിക്കണമെന്നൊരു ആവശ്യമാണ് നഗരസഭയെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മെഡിക്കൽ ക്യാമ്പ് അല്പസമയത്തിനും തന്നെ ആരംഭിക്കും. വൈകിട്ട് 5 മണി വരെ ഈ മെഡിക്കൽ ക്യാമ്പ് നീളും. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. ആമിനെ പറയുന്നു യൂട്യൂബിൽ എന്ത് വന്നാലും 24 വിട്ടു പോകില്ല. ആമിനിക്ക് ഇങ്ങനെ വിട്ടുപോകാൻ പറ്റും. ഫയാസ് കാസർഗോഡ് പറഞ്ഞു, സാരി ഡേ, ട്രൗസർ ഡേ, ബനിയൻ ഡേ, ഷർട്ട് ഡേ, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ടീച്ചർ സ്പോർട്സ് ഡേ, ഇങ്ങനെ ഡേയുടെ ഘോഷയാത്ര 365 ദിവസം തികയാതെ വരുമ്പോൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്.